الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون ഏറെ ബഹുമാനാദരവുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ പരമദയാലുവായ പടച്ച തമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി നിർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഈ വർഷത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണ് ഞാനിത് സൂചിപ്പിച്ചത്. നമ്മളിൽ പലരും പുതിയ കലണ്ടർ വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കലണ്ടറിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഭദ്രമായിട്ടുണ്ടായിരുന്നു. 3-4 ദിവസം കഴിഞ്ഞാൽ പഴയ കലണ്ടർ മാറ്റുകയും തൽസ്ഥാനത്ത് പുതിയ കലണ്ടർ നമ്മൾ സ്ഥാപിക്കുകയും ചെയ്യും. സത്യത്തിൽ ഈ കലണ്ടർ നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ ആയുസ്സിനിടയിൽ കുറേ കലണ്ടറുകൾ നമ്മൾ മാറ്റിവെച്ചു. ഇനി അടുത്ത വർഷം നമ്മുടെ വീട്ടിൽ തൂക്കിയിരിക്കുന്ന കലണ്ടർ നമുക്ക് മാറ്റാൻ സാധിക്കുമോ എന്ന് നമുക്ക് ആർക്കും അറിയുകയില്ല. ഒരർത്ഥത്തിൽ കലണ്ടറുകളുടെ മാറ്റം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൽ നിന്നും ഒരു വയസ്സ് കൂടി, ഒരു വർഷം കൂടി നമ്മൾ പിന്നിട്ടിരിക്കുന്നു എന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മരണമാകുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ആ കടമ്പയിലേക്ക് ഒരു വർഷം കൂടി നമ്മൾ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു പുതുവർഷം
നമ്മൾ ആഘോഷിക്കേണ്ടതുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിൽ നിന്ന് ഒരു വർഷം നമ്മുടെ നിന്ന് പോവുകയാണ്. അപ്പൊ അത് നമ്മൾ ആഘോഷിക്കാനുള്ളതല്ല. പിന്നെ എന്തിനാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റഹ്മാനായ തമ്പുരാൻ ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന ആയുസ് അത് എത്രയാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലത്ത് പരമാവധി നന്മകൾ ചെയ്യുവാനും കഴിഞ്ഞുപോയ ഒരു വർഷത്തേക്കാൾ നന്നായി അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപങ്ങളിൽ നമ്മുടെ സെക്കൻഡുകളെയും മണിക്കൂറുകളെയും ആഴ്ചകളെയും അതുപോലെ തന്നെ മാസങ്ങളും വർഷങ്ങളും മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കാറ് സുസല്ലാ പറഞ്ഞു, എത്ര പെട്ടെന്നാണ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും തീരുന്നത്. ഇപ്പൊ കഴിഞ്ഞ തൊട്ടടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ പുതിയ കലണ്ടർ വെച്ചതായാണ് നമ്മുടെ ഓർമ്മ. ഒരു വർഷം കഴിയുന്നത് നമ്മൾ അറിയുന്നില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഒരു മാസം പോലെയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ഒരു മാസം ഒരാഴ്ച പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരാഴ്ച എന്ന് പറഞ്ഞാലോ അതൊരു ദിവസം പോലെയാണ് അനുഭവപ്പെടുക. ഒരു ദിവസം അതൊരു മണിക്കൂർ പോലെ അനുഭവപ്പെടും. ഒരു മണിക്കൂർ ഒരു തീപ്പരി പോലെയാണ്, സെക്കൻഡ് പോലെ ഉണ്ടാവുക. സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതം കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞതായി നമുക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷം അടുത്ത് കഴിഞ്ഞതായി നമുക്ക് തോന്നുകയാണ്. വിശുദ്ധ റമദാൻ വരികയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടുപോയിരിക്കുന്ന സെക്കൻഡുകളും മിനിറ്റുകളും ആഴ്ചകളും മാസങ്ങളുമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആലോചിക്കുക. നഷ്ടപ്പെട്ടു പോയ എല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സമ്പത്ത് വേണമെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ട അത് നമുക്ക് നേടിയെടുക്കാൻ പല മാർഗങ്ങൾ ഉണ്ടാകും. പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് സമയം എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും അള്ളാഹു നൽകിയിരിക്കുന്നത് ഒരേ രൂപത്തിലാണ്. അത് പണക്കാരനും പണിക്കാരനും കൊട്ടാരത്തിൽ താമസിക്കുന്നവരും കുടിലിൽ താമസിക്കുന്നവരും ഒക്കെ സമയം ഒരേ രൂപത്തിലാണ് അന്ന് നൽകിയിരിക്കുന്നത്. അപ്പൊ ഈ സമയം പരമാവധി പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള ഒരു ആത്മപരിശോധനയാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. ഒരു പുതുവർഷം വരുന്നു, നമുക്കറിയാം ഈ പുതുവർഷം ആഘോഷിക്കാനുള്ളതല്ല. നമ്മുടെ നാടുകളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണത, ചെറുപ്പക്കാരിലും അല്ലാത്തവരിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജീവിതം അടിച്ചു പൊളിക്കുക. ഇപ്പൊ ഒരു പുതിയ തലമുറ, വളർന്നു വരുന്ന തലമുറയുടെ മനസ്സുകളിലുള്ളത് അങ്ങനെയാണ്. ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതം ആടിയും പാടിയും കുടിച്ചും രമിച്ചും എങ്ങനെയൊക്കെ ആഘോഷിക്കാം എന്നുള്ളതാണ്. ഇപ്പോ ന്യൂജൻ കുട്ടികൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ ന്യൂ ഇയർ എങ്ങനെ ആഘോഷിക്കണം, എവിടെ പോകണം, എന്തെല്ലാം പാർട്ടികളാണ് തയ്യാറാക്കേണ്ടത്. ഈ ഒരു ചിന്തയിലേക്ക് സമൂഹം പോകുന്നോ എന്നുള്ളത് ആ ഒരു രൂപത്തിലേക്കാണ് ഭൗതികമായി ചിന്തിക്കുന്ന ആളുകൾ ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളും ഒരുക്കങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിശ്വാസി സമൂഹം എന്ന നിലയിൽ നമുക്ക് ഇത്തരം മിമ്പറുകളിൽ നിന്ന് സൂചിപ്പിക്കാനുള്ളത്, ഡിസംബർ 31 സൂര്യൻ അസ്തമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഡിസംബർ 31 സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് പോലെ ജനുവരി 1 സൂര്യൻ ഉദിച്ച് സൂര്യൻ അസ്തമിക്കും. യാതൊരു മാറ്റവും അതിലില്ല. ഇത് ഈ കാലചക്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം എന്നതിനേക്കാൾ അപ്പുറമായി ഇത് ആഘോഷിക്കുവാനുള്ളതല്ല എന്ന് നമ്മൾ ആലോചിക്കുന്നു. കുടിച്ച് കൂത്താനാണ് ആളുകൾ. നമുക്കറിയാം ഓരോ ആഘോഷങ്ങളും, മതപരമായ ആഘോഷങ്ങളിൽ പോലും ഇപ്പൊ ക്രിസ്തുമസിന്റെ മദ്യവിൽപ്പനയുടെ കണക്ക് വരാനിരിക്കുകയാണ്. ഇന്നോ നാളെയോ മൊത്തത്തിൽ വരും. കോടികളാണ് വിറ്റഴിക്കുന്നത്. അപ്പൊ ഈ ന്യൂ ഇയറിന്റേതോ അതിനേക്കാൾ ഉപരിയായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശ്വാസികളെ, നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. ഇവിടെ ജീവിതത്തിൽ മതിച്ച് രമിച്ചുകൊണ്ട് ജീവിച്ച് അവസാനിപ്പിക്കാനുള്ളതല്ല ജീവിതം. നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതം വരാനുണ്ട് എന്ന സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. എല്ലാ സുഖ സൗകര്യങ്ങളും
നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടോ ആ സുഖസൗകര്യങ്ങളൊക്കെ നശിക്കാൻ സെക്കൻഡുകൾ മതി. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇല്ലേ? ഇന്നലെ നമ്മുടെ കൂടെ കളിച്ച് രസിച്ച് നടന്നിരുന്ന ചെറുപ്പക്കാർ ഇന്ന് നമ്മള് സുബൈക്ക് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? ഇന്നാള് മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, നമ്മുടെ കുടുംബങ്ങളിൽ മാത്രമല്ല, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. എപ്പോഴും സംഭവിക്കാം. എല്ലാ സുഖസൗകര്യങ്ങളും നശിച്ചു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. അക്സിറു ദിക്റാദിമില്ലദാത്ത്, സമൂഹമേ, മനുഷ്യരെ, നിങ്ങളിതാ നിങ്ങളുടെ സുഖങ്ങളെല്ലാം നശിപ്പിച്ചു പോകുന്ന മരണത്തെ കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം. റസൂലുള്ളാഹി പറഞ്ഞു. ഓർത്താൽ മാത്രം പോരാ, ഓരോ മരണവും നമുക്ക് നൽകുന്ന മെസ്സേജ് ഉണ്ട്. അവന് എന്റെ അത്ര പ്രായമില്ല, അവൻ എന്റെ കൂടെ കളിച്ച് തമാശകൾ പറഞ്ഞ് നടന്നിരുന്ന ചെറുപ്പക്കാരനാണ്. അവൻ ജീവചരമായിരിക്കുന്നു, അവൻ മരണപ്പെട്ടിരിക്കുന്നു. നാളെ എന്റെ വാർത്തയായിരിക്കും ഇതുപോലെ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും വരുന്നത്. അത് വരുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ എന്ത് നന്മകളൊക്കെ നമ്മളെ കുറിച്ച് പറയാനുണ്ട്. എന്ത് നന്മകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് നമ്മൾ കോപ്പുകളായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസി സമൂഹം ഇത്തരണത്തിൽ നോക്കിയത്. എല്ലാ സുഖസൗകര്യങ്ങളും 2 ലക്ഷവും 3 ലക്ഷവും വില വരുന്ന മൊബൈൽ ഫോണുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ വരുന്ന വാഹനങ്ങളാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലേ? കോടികളോളം വില വരുന്ന വലിയ രമ്യഹർമ്മങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന വീട്ടുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. എന്തെല്ലാം സുഖകരമായ മാർദ്ദവമുള്ള കിടക്കകളിലാണ് നമ്മൾ അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ശീതീകരിച്ച റൂം നമുക്കുണ്ട്. എല്ലാ സുഖസൗകര്യത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സുഖസൗകര്യങ്ങളെല്ലാം നശിച്ചു പോകുന്നു. മരണമാകുന്ന ഈ പ്രതിഭാസം നമ്മളിൽ ഓരോരുത്തരും വന്നാൽ പിന്നെ അവന്റെ AC-യിൽ കടത്തുന്നില്ല, മെത്തയിൽ അവനെ കടത്തുന്നില്ല, അവന്റെ വില കൂടിയ സ്ഥലങ്ങളിൽ അവനെ കടത്തുന്നില്ല. അവനുപയോഗിക്കുന്ന വസ്ത്രങ്ങളോ ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന തുണിഷാപ്പുകളിൽ 750 അല്ലെങ്കിൽ 1000-ൽ കുറഞ്ഞ വിലക്ക് വാങ്ങാവുന്ന 3 കഷ്ടം കോറത്തുണിയിലാണ് നമ്മളെ ഓരോരുത്തരെയും മയ്യത്ത് കെട്ടിൽ വെച്ച് കൊണ്ടുപോകുന്നത്. ഇത് നമ്മൾ ആലോചിക്കണം, ഇത് നമ്മുടെ ചിന്തയിലുണ്ടാകണം. എല്ലാ സുഖസൗകര്യവും, ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാകും, നമ്മുടെ ബാങ്കുകളിൽ ലോക്കറുകളിൽ സ്വർണങ്ങൾ ഉണ്ടാകും. സഹോദരിമാർ ആലോചിക്കുക, അവിടെ നമ്മുടെ നിക്ഷേപങ്ങൾ ഉണ്ടാകും. തനി ഒരു സെക്കൻഡ്, ഒരു ഗ്രാമ സ്വർണം പോലും നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ മാതാക്കളുടെ, നമ്മുടെ ഭാര്യമാരുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ഊരി വെച്ചതിന് ശേഷമേ മയ്യത്ത് നമ്മൾ കപ്പലിലേക്ക് വെക്കുള്ളൂ. ഇതാണ് ദുനിയാവ്. ഇത് നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും നമ്മളിൽ ഉണ്ടാകേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കണം. നമ്മൾ ഈ ഒരു പുതുവർഷത്തിൽ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കൂടെയുള്ള എത്ര ആളുകൾ നമ്മുടെ പ്രായമാകുന്നതിന് മുമ്പ് അവർ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് ഇവർ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലുണ്ട്, അഅമാറു ഉമ്മത്തി, എന്റെ സമൂഹത്തിന്റെ ആയുസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മാ ബൈന 60 വ 70, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 60 വയസ്സ് ആയി, 60-ന്റെയും 70-ന്റെയും അപൂർവമായി ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ലഭിച്ചു എന്ന് വരാം. പക്ഷേ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഈ വാർദ്ധക്യ കാലത്ത് നമുക്ക് പലതും ആഗ്രഹങ്ങളുണ്ടാവും. പള്ളിയിലേക്ക് കൃത്യമായി ജമാഅത്തിന് വേണ്ടുന്ന ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ സുഹൃത്തുക്കളെ, രോഗികളെ സന്ദർശിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പലതും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ കാലുകൾക്ക് സാധിക്കുകയില്ല, നടക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, കേൾവി നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. പലതും നമ്മൾ ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ ആയുസ്സിന്റെ ഏറ്റവും സുന്ദരമായ നിമിഷം നമ്മുടെ യുവത്വമാണ്. ആ യുവത്വം അള്ളാഹുവിന് തൃപ്തികരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഉപയോഗിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന ഒന്ന്. നമ്മുടെ ഓരോരുത്തരോടും ചോദിക്കും. കഴിഞ്ഞ വർഷം ഇതാ 2024 പിരിഞ്ഞു പോവുകയാണ്. ഈ 2024 പടച്ചവന് തൃപ്തികരമായ എന്ത് കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു?
2023 എന്ത് നന്മയാണ് 2024 ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാവും. അതാണ് നിന്റെ വയസ്സ്, നിന്റെ ആയുസ് നീ എന്തിനു ഉപയോഗപ്പെടുത്തി. നമുക്കറിയയില്ല എവിടെ വെച്ചാണ് എങ്ങനെയാണ് ഓരോരുത്തരും മരിക്കുന്നത് എന്ന്. ഇപ്പൊ ഈ അടുത്ത ദിവസം പത്രത്തിൽ കണ്ടു, ഒരു മനുഷ്യൻ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഡ്രൈവർ മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വേറെ സ്ഥലത്ത് കുത്തി മരിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടെ വെച്ച് എങ്ങനെയാണ് എപ്പോഴാണ് മരിക്കുന്നത് നമുക്കൊന്നും അറിയില്ല. നമ്മൾ കേൾക്കും അവിടെ ആമേരുന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലല്ല മരണപ്പെട്ടെന്ന് കേൾക്കുമ്പോൾ അള്ളാഹു നിശ്ചയിച്ച ഒരു സ്ഥലം ഉണ്ടാവും. ആ നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഓരോ മനുഷ്യരെത്തും. അപ്പൊ നമ്മളതിലൊന്നും അത്ഭുതപ്പെടേണ്ട, എങ്ങനെ പോകാൻ അവിടെ എത്തിയത്, അല്ലെങ്കിൽ ഇന്നാളെങ്ങനെ അവിടെ എത്തിയത്, എങ്ങനെ അവിടെ മരണപ്പെടാനുള്ള കാരണം അള്ളാഹുവിന്റെ നിശ്ചയമാണ്. ഒരാൾക്കും അറിയുകയില്ല നിങ്ങൾ എവിടെ വെച്ച് എങ്ങനെയാണ് മരിക്കുന്നത് എന്ന്. ഇത് അള്ള പറഞ്ഞതാ. ഇതൊക്കെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതായിരിക്കും. ചിലപ്പോ നമ്മൾ ഡെഡ് ബോഡി പോലും കിട്ടാത്ത രൂപത്തിലായിരിക്കും. ഡെഡ് ബോഡി പോലും കിട്ടാത്ത രൂപത്തിലായിരിക്കും ചിലപ്പം ചില ആളുകളുടെ പര്യവസാനം. നമ്മൾ ആലോചിക്കുക, ചിന്തിക്കുക. നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴെന്താ, നമ്മൾ ഈ ദുനിയാവിൽ നമുക്ക് ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, നമുക്ക് ബുദ്ധിയുണ്ട്, എല്ലാം ഉള്ള സമയത്ത് പടച്ചോന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും നമ്മളെടുത്ത് നമ്മൾ നേടണം. ഇതാണ് നമ്മുടെ ചിന്ത എപ്പോഴും ഉണ്ടാക്കിയത്. വിശുദ്ധ ഖുർആൻ പറയില്ല, ഐനമാ തഖൂലു യുദ്രികുൽ മൗത്ത്. നിങ്ങൾ എവിടെയാണെങ്കിലും നോക്കി, നിങ്ങൾ ഇപ്പൊ വലിയ യുദ്ധങ്ങൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോ, പ്രത്യേകിച്ചും ഈ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും പട്ടാളക്കാർക്കും താമസിക്കാൻ വേണ്ടിയിട്ട് ബങ്കറുകൾ ഉണ്ടാക്കും. ഈ ബങ്കറിന്റെ ഉള്ളിൽ വെച്ചാണ് അല്ലാഹു തആല ഒരാൾക്ക് മരണം നിശ്ചയിച്ചതെങ്കിൽ ഒരു ബങ്കർ ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് അത്ര പറഞ്ഞത്, ഐനമാ തഖൂലു യുദ്രികുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കെട്ടിക്കിട്ട അല്ല നല്ല ഭദ്രമായ കോട്ട കൊത്തളങ്ങളിലാണെങ്കിൽ പോലും മരണം നിങ്ങളെ പിടികൂടുക ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കൊണ്ടില്ലേ, ഷോപ്പിംഗ് മാളിൽ സാധനങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭാര്യയും ഭർത്താവും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഭർത്താവ് കഴിഞ്ഞു വീണ് മരിക്കുന്നു. ചില ആളുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മൈക്കയുടെ മുമ്പിൽ നിന്നും തളർന്നു വീണ് മരിക്കുന്നത്. അള്ളാഹു എങ്ങനെയാണ് ഓരോരുത്തരുടെ മരണം നിശ്ചയിച്ചത്? സമയമായാൽ മരിക്കും. ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം, എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. പടച്ചവനെ, ഞാൻ ഇന്ന് മരിക്കുകയാണെങ്കിൽ, പടച്ചവന്റെ അടിയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തുണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കാൻ, എന്റെ നന്മകളായി എനിക്ക് എന്തുണ്ട് എന്നുള്ള ചിന്തയാണ് ഓരോ സഹോദരനും സഹോദരിയും ഈ പുതുവർഷം പുലരുന്ന ഈ സന്ദർഭത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. യഥാർത്ഥത്തിലുള്ള വിജയമത ഇവിടുന്ന് നമ്മൾ നേടുന്ന ഭൗതികമായ എന്തെങ്കിലുമല്ല, അതൊക്കെ ജീവിതത്തിൽ വേണം. സ്വാഭാവികമായും ദുനിയാവിന്റെ പച്ചപ്പുണ്ടാവും, അതിൽ നമുക്ക് അനുവദനീയമായതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ അതാണ് ഒരു മനുഷ്യന്റെ ശാശ്വതമായ വിജയം. അവനാണ് വിജയി, അവനാണ് തന്റെ ഇടമുള്ളവൻ, അവൻ അങ്ങനെയൊക്കെയാണെങ്കിലും അങ്ങനെയായല്ലോ എന്ന ഒരു വിലയിരുത്തൽ നമുക്ക് പാടില്ല. യഥാർത്ഥത്തിൽ അവന്റെ ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സൂസിയ ലിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ. ഖുർആൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു തആല ഉപയോഗിച്ചിരിക്കുന്നത് ഫൗസുൽ അലീം, ഫൗസുൽ അക്ബർ. ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. എല്ലാവരും മരിക്കും, ഇവിടെ മരിക്കാത്ത ഒരു മനുഷ്യരില്ല, അതിൽ നമുക്കാർക്കും സംശയവുമില്ല. പക്ഷേ നാളെ പരലോകത്ത് ഓരോ മനുഷ്യനും ചെയ്തിരിക്കുന്ന നന്മതിന്മകൾക്ക് കൃത്യമായ പ്രതിഫലം. അതാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോന്നിന്റെയും കൃത്യമായ പ്രതിഫലം നാളെ പരലോകത്ത് അല്ലാഹു തആല നൽകും. അതിനാണ് നമ്മൾ പേടിക്കേണ്ടത്. അപ്പൊ ആ പ്രതിഫലം നൽകുന്ന കൂട്ടത്തിൽ നന്മയുടെ പ്രതിഫലമായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്, തിന്മയുടേതല്ല. അതിനാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എപ്പോഴും മരിക്കും. ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യപ്പെടുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ദുനിയാവിന്റെ വീടും പത്രാസും നമ്മളെ സൗകര്യങ്ങളും നമ്മളെ വാഹനങ്ങളും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള നിക്ഷേപവും നമ്മുടെ റബ്ബർ എസ്റ്റേറ്റും നമ്മുടെ തെങ്ങും തോപ്പും
നമ്മളെ സമ്പാദ്യമുള്ള ജോലിയുള്ള മക്കളും, ഇതൊക്കെ അലങ്കാരങ്ങളാണ്. ഇതൊക്കെ അലങ്കാരങ്ങളാണ്. ശാശ്വതമായ വിജയം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ളത്. അതാണ് ഖുർആൻ പറയുന്നത് ഫൗസുൽ അലീം, മഹത്തായ വിജയം. ഇതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത്. ഇതിനുള്ള ഒരുക്കമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ വാചകമായി നമുക്ക് കാണാൻ സാധിക്കും, ഹാസിബു ഖബ്ല അൻ തുഹാസിബു. നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ വിചാരണക്ക് വിധേയമാകുന്നതിന് മുമ്പ് സ്വയം ഒരു പരിശോധന നമ്മളെ പറ്റില്ല. ഇപ്പൊ നോക്കി 2024 കഴിയാൻ പോകുന്ന ഒരു 3 ദിവസം കഴിഞ്ഞാൽ മതി. അപ്പൊ നമ്മളിങ്ങനെ സ്വയം ഒരു കണക്കെടുക്കുക. എല്ലാത്തിനും ഒരു പ്ലാൻ വേണം. പ്ലാൻ ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. പരലോകത്ത് മാത്രമല്ല, ഇവിടെ നമുക്ക് എന്തിനും പ്ലാൻ വേണം. ഇപ്പൊ ഒരു സംരംഭം നമ്മൾ തുടങ്ങി, അല്ലെങ്കിൽ ഒരു കൃഷി തുടങ്ങുകയാണ്. നമ്മൾ കൃഷി തുടങ്ങുമ്പോൾ ആള് ബുദ്ധിമുട്ട് മെത്തറിയാട്ട് നമ്മൾ പോയാൽ മതിയോ? പിന്നെ കൊയ്യാൻ നേരത്തെ ചെന്നാൽ മതിയോ? പോരാ. ഒരു കച്ചവട സംരംഭം നമ്മൾ ആരംഭിക്കുകയാണെങ്കിലോ അതിന് എല്ലാം വിപണിയിൽ ഏതാണ് കൂടുതൽ കച്ചവടം നടക്കുന്ന സാധനം, അതിനെ കുറിച്ച് അതിന്റെ മാർക്കറ്റിംഗ് നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അങ്ങനെ ഓരോ സംഗതികളും നമ്മൾ നടത്തുന്ന ഏതൊരു കാര്യവും പ്ലാൻഡ് ആയിരിക്കണം. പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ തുടക്കവും ഒടുക്കവും അതിന്റെ ഇടയിലുള്ള എല്ലാ ശ്രദ്ധയും നമുക്ക് വേണം. കൃഷിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇടക്കിടക്ക് നമ്മൾ പോയി നോക്കേണ്ടി വരും. അവിടെ കളകളുണ്ടെങ്കിൽ പറിച്ച് ഒഴിവാക്കേണ്ടി വരും. അവിടെ നല്ല വളം കൊടുക്കേണ്ടി വരും. അവിടെ വേലി കെട്ടി നിർത്തേണ്ടി വരും. ഇതൊക്കെ നമ്മൾ കർഷകൻ ചെയ്യുന്ന പ്ലാനാണ്. എന്നതുപോലെ ഒരു വിശ്വാസി ചെയ്യേണ്ടുന്ന പ്ലാൻ എന്താണ്? ഹാസിബു ഖബ്ല അൻ തുഹാസബു. വിചാരണക്ക് മുമ്പ്, അള്ളാഹുവിന്റെ വിചാരണക്ക് മുമ്പ് നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തണം. നമ്മൾ പരിശോധന നടക്കുമ്പോൾ നമ്മളൊരു പരിശോധന നടക്കുക. പഠിച്ചോനെ, ഇന്ന് സുബൈ മുതൽ ഇന്ന് ഞാൻ ഇതാ കിടക്കാൻ പോകുന്നത് 8 മണി 9 മണി 10 മണിയായി. എന്തെല്ലാം നന്മകൾ ഞാൻ ചെയ്തു. ഇതിന് വലിയ പണിയൊന്നുമില്ല. നമ്മളെന്നത് പരിശോധിച്ച് നോക്കുക. ഇന്ന് സുബൈക്ക് ശേഷം ഞാൻ എണീറ്റതിന് ശേഷം എന്തെല്ലാം സൽപ്രവർത്തനങ്ങൾ ചെയ്തു. സുബൈ ജമാഅത്തിന് ഞാൻ പങ്കെടുത്തോ? വിശുദ്ധ ഖുർആൻ ഞാൻ ഓതിയോ? അല്ലെങ്കിൽ നമ്മൾ കുടുംബജീവിതവുമായിട്ട് എങ്ങനെയായിരുന്നു എന്റെ പെരുമാറ്റം? ഭാര്യയോട് ഞാൻ കയർത്ത് സംസാരിച്ചോ? മക്കളോട് മോശമായി പെരുമാറിയോ? അയൽവാസികളോട് ഞാൻ മോശമായി പെരുമാറിയോ? സുഹൃത്തുക്കളോട് എന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എന്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും വെറുപ്പുണ്ടായോ? സാമ്പത്തികമായ സഹായം ചോദിക്കേണ്ടുന്ന സന്ദർഭം എന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ അവരോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ഇങ്ങനെ ഓരോ കാര്യവും ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ രാത്രി കടന്നു നോക്കുമ്പോൾ നമ്മൾ ചാർജ് ഷീറ്റ് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് അവിടെ മാർക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ സംതൃപ്തരാണ്. അതാണ് വിചാരണക്ക് മുമ്പ് വിചാരണ ചെയ്യാന്നുള്ളത്. അദ്ദേഹം പറയാണ്, നിങ്ങൾ തൂക്കിക്കണക്കാക്കണം. നമ്മുടെ തൂക്കിക്കണക്കാക്കുന്ന നന്മകളും തിന്മകളും ഒക്കെ തൂക്കിക്കണക്കാക്കുന്നതിന് മുമ്പ് ഉമർ പറയാ, നമ്മൾ സ്വയം ഒരു തൂക്കൽ നമ്മൾ നടത്തണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ 60-70 വയസ്സായില്ലേ? ചിലപ്പോൾ അതിന് താഴെ വയസ്സിലൊരുണ്ടാവും. നമ്മളൊന്ന് അനുസരിക്കുന്ന സഹോദരന്മാരെ മാറ്റങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഈ മാറ്റങ്ങൾ ഉണ്ടാക്കുക. പണ്ട് കാലത്ത് ഞാൻ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു. നിരാശരാകില്ല. എന്റെ യുവത്വത്തിന്റെ കാലഘട്ടങ്ങളിൽ വേണ്ടത്ര മതപരമായ ചിട്ട പാലിക്കാൻ എനിക്ക് സാധിച്ചില്ല. അവർ നിരാശരാകണ്ട. പടച്ചവനോട് തൗബ ചെയ്ത് കൂടുതൽ സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ആയുസ്സിൽ എത്രയാണ് റബ്ബ് എനിക്ക് നൽകിയത്, നാളെയാണ് ഞാൻ മരിച്ചു വീഴ്ന്നതെങ്കിൽ അതുവരെയുള്ള പ്രവർത്തനങ്ങളിലും പടച്ചവനെ നിന്റെ മാർഗത്തിൽ അധ്വാനിക്കുവാനും പരിശ്രമിക്കുവാനും എന്റെ ആയുസ് കൊണ്ട് ഞാൻ ഉപയോഗപ്പെടുത്തിയെന്ന് പറയാൻ നമുക്ക് സാധിക്കാം. അവിടെയാണ് ഒരു വിശ്വാസിയുടെ വിജയം മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസു മൻ ദാന നഫ്സുഹു. ആരാണ് ബുദ്ധിമാൻ? ശരിക്കും ചിന്തിക്കുക. ആരാണ് ബുദ്ധിമാൻ? ബുദ്ധിജീവി ആരാ? റസൂലുള്ളാഹി പറയാണ്, അൽ കയ്യിസ് മൻ ദാന നഫ്സുഹു. തന്റെ മനസ്സിനെ, തന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിയവനാണ്. എന്തിന്? നാളെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി എങ്ങനെയാണോ നമ്മുടെ മനസ്സുകളെ, ശരീരത്തെ പാകപ്പെടുത്തിയത് അവനാണ് ബുദ്ധിമാൻ. അശക്തനാൻ ആരാണ്? അശക്തൻ സ്വന്തം ഇച്ഛക്കനുസരിച്ച് കൊണ്ട് ജീവിതത്തെ കൊണ്ടുപോയവൻ. കുത്തുബയിൽ അങ്ങനെയൊക്കെ പറയും, ഖതീബുമാർ അങ്ങനെയൊക്കെ പറയും. അതനുസരിച്ച് കൊണ്ട് അടിച്ചു പൊളിച്ചാൽ ജീവിച്ചാൽ എന്റെ സുഹൃത്തുക്കൾ എന്ത് പറയും? എന്റെ കൂട്ടുകാരെന്ത് പറയും? നീ പോരടാ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചിന്റെ മന്ത്രം അവരുടെ കാതുകളിൽ അർപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതാ റസൂലുള്ളാഹി പറഞ്ഞത്,
സ്വന്തം ഇച്ഛപ്രകാരം അങ്ങനെയൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ കേട്ടാലും പലപ്പോഴും ഞാൻ സൂചിപ്പിക്കാറുണ്ട്, മലയാള ഖുതുബ കേൾക്കുന്ന നമ്മളെയായിരിക്കും പടച്ച തമ്പുരാൻ കൂടുതൽ ശിക്ഷിക്കുക എന്നുള്ളത്. കാരണം എന്താ, മറ്റുള്ള ആളുകൾ അറബിയിലുള്ള ഖുതുബയാവുമ്പോൾ അവർക്ക് കേട്ട് മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റും. പച്ച മലയാളത്തിൽ പറയുന്ന ഖുതുബ കേട്ട് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരിവർത്തിപ്പിക്കുന്നില്ല എങ്കിൽ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നല്ല ബോധം നമ്മളിൽ ഉണ്ടാകണം, നല്ല ചിന്ത നമ്മളിൽ ഉണ്ടാകണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹിന്റെ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പരലോകം. എന്താണ് ചോദിക്കുന്നത്? അവലം നുഅമ്മിറുകും മാ യതദക്കറു, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ മൻ തദക്കറ, നിങ്ങൾക്ക് ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നോ? വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിക്കും, നമുക്കൊക്കെ 30, 40, 50, 60 വയസ്സായി. അല്ല ചോദിക്കുക, എന്താ നമ്മളതിന് മറുപടി അറിയാം? ഞാൻ നിങ്ങൾ പേടിക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരവാണ് അവലം നുഅമ്മിറുകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, നവജാത ശിശുവായി പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കുട്ടികൾ മരണപ്പെട്ടു പോയാൽ അവർക്ക് വിചാരണയില്ല. അവരോട് ഈ ചോദ്യം അല്ല ചോദിക്കൂല, അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കൂല. നമ്മൾ അവരെ പോലെയല്ല, നമുക്ക് ബുദ്ധിയുണ്ട്, പ്രായം വന്നിട്ടുണ്ട്. ഈ പ്രായത്തിൽ നീ എന്തിനു വേണ്ടി നിന്റെ ആയുസ് ഉപയോഗപ്പെടുത്തി ചോദിക്കാതില്ല. എന്റെ മുന്നറിയിപ്പുകാരൻ നിനക്ക് വന്നിട്ടില്ലായിരുന്നു. മുന്നറിയിപ്പുകാരെ കുറിച്ച് ഖുർആന്റെ വ്യാഖ്യാനമൊക്കെ 2-3 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് പ്രവാചകന്മാർ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സമൂഹങ്ങളിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ അയച്ചു. ഈ കാര്യം പറയാൻ വേണ്ടി പ്രബോധകന്മാരെ അയച്ചു, ഖതീബന്മാരെ അയച്ചു, വാലുകൾ കേട്ടു, യൂട്യൂബിലൂടെ നമ്മൾ പ്രസംഗങ്ങൾ കേട്ടു, സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അവരൊക്കെ പലരും തന്നെയാണ് മറ്റൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? നമ്മുടെ നര ബാധിച്ചത് ഇതൊരു മുന്നറിയിപ്പുകാരനാണെന്നാണ്. തല നരച്ചു, മുടി നരച്ചു, അല്ലേ, മീശ നരച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള രോമങ്ങളെല്ലാം നരച്ചു തുടങ്ങി. അതൊരു മുന്നറിയിപ്പാ. എന്താണ് മുന്നറിയിപ്പ്? ഇനി അധിക കാലമൊന്നുമില്ല. എന്നിട്ടും നിങ്ങൾക്ക് ബോധം വരുന്നില്ലേ? അങ്ങനെ ഒരു പ്രായം വരെ ഞാൻ നിങ്ങൾക്ക് ആയുസ് നൽകിയില്ലേ, എന്നിട്ടും നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എന്ത് നമ്മൾ മറുപടി അറിയും? ഞാൻ നിങ്ങളൊക്കെ പേടിക്കേണ്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഓതി വെച്ച സൂറത്ത് അശ്റിലെ ഇമാം ഗസാലി പറയുന്നത് ഒരു സംഭവം. ഇമാം ഗസാലി പറയാണ്, നിങ്ങളുടെ ഈ ദുനിയാവിലെ ജീവിതം ഈ എന്താണ് സർക്കസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഐസ് വിൽപ്പനക്കാരനെ പോലെ ആകാൻ പാടില്ല. ഐസ് വിൽപ്പനക്കാരൻ ഐസ് ഇങ്ങനെ കൈ പിടിച്ചിട്ട് സർക്കസ് കാണാൻ നിന്നാൽ എന്താവും? വിൽക്കാനായ ഐസ് ഉണ്ടാവുമോ? ഒക്കെ വലിയൊരു ചോദിച്ചിട്ടുണ്ടാവും. എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ആക്കാൻ പാടില്ല. തത്വജ്ഞാനിയായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. സൂറത്തെ അശ്റിലെ 3 ആയത്തുകളാണ് ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ അർത്ഥം അറിയും, അത്രയും സുപരിതമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടണം. വൽ തൻളുൻ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളെ മരണാനന്തര ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണ് ഒരുക്കി വെക്കുന്നത് എന്ന് ഓരോരുത്തരും ആലോചിക്കണം. നമ്മൾ ചെന്നിട്ട് നമ്മൾ ആലോചിക്കുക. നോക്ക്, നിങ്ങൾ വീണ്ടും അല്ലാഹ് ആയത്തിൽ തന്നെ പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഒരായത്തിൽ ഒരു പ്രാവശ്യമല്ല പറയുന്നത്. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവരാണ്. ഇതൊക്കെ കേട്ടിട്ടും നമ്മളിൽ ഒരു മാറ്റല്ലേ എന്നൊക്കെ അല്ലാഹു തആല നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സൂക്ഷ്മമായി അറിയുന്നവരാണ്, നിരീക്ഷിക്കുന്നവരാണ്. വലാ തഖൂലു കല്ലദീന നസുല്ലാഹ്, അവസാനിപ്പിക്കുന്നില്ല, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. ആരാ അള്ളാഹിനെ മറന്നത്? നമ്മൾ ആളുണ്ടോ? നമ്മളെ മുസ്ലിം സമുദായത്തിലെ ആളുകളാകുന്നുണ്ടോ? ആകാൻ പാടില്ല. അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങളാകാൻ പാടില്ല. അങ്ങനെ വന്നപ്പോ എന്തായി? അള്ളാഹു അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. ഞാൻ മട്ടിച്ചു. ലഹരിക്കൊക്കെ അടിച്ചായാൽ എന്താവും? ഒന്നിനും ഓർമ്മ അള്ളാഹിനെ ഓർമ്മ ഉണ്ടാവില്ല, ഇമ്മാനെ പോലും ഓർമ്മ ഉണ്ടാവില്ല, സ്വന്തം ഭാര്യനെ ഓർമ്മ ഉണ്ടാവില്ല. എല്ലാ സ്ത്രീകളും അവർക്ക് ഒരേ രൂപത്തിലേക്കാണ്. അവർക്ക് അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. അവർ തമ്മാടികളാണ് എന്ന് വിശുദ്ധ നമുക്ക് പഠിച്ചത്. അവസാനിപ്പിക്കുകയാണ്. സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും സമമല്ല കേട്ടോ. ശരിക്കും നമ്മൾ പഠിക്കണം. സ്വർഗവും നരകവും, സ്വർഗക്കാരും നരകക്കാരും ഒരിക്കലും തന്നെ സമമല്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ,
സ്വർഗക്കാരായ ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിജയി. അള്ളാഹു ആ സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.